പഠിപ്പുര മാത്സ് ട്യൂഷൻ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ് സമാന്തര വരകൾ എന്ന പാഠഭാഗത്തിലെ കോൺ പൊരുത്തങ്ങൾ നോക്കാം. സമാന്തരമായ രണ്ട് വരകളെ ഒരു ചെരിഞ്ഞ വര മുറിച്ചു കടക്കുമ്പോൾ ഉണ്ടാകുന്ന കോണുകളിൽ അല്ലേ, നമുക്ക് നോക്കാം. ഇങ്ങനെ സമാന്തരമായ അല്ലേ, സമാന്തരമായ രണ്ട് വരകളെ ഒരു ചെരിഞ്ഞ വര മുറിച്ചു കടക്കുമ്പോൾ, കണ്ടോ, ഒരു ചെരിഞ്ഞ വര മുറിച്ചു കടക്കുമ്പോൾ ഉണ്ടാകുന്ന കോണുകളിൽ ചെറിയ കോണുകളെല്ലാം ഒരേ അളവാണ് ഉണ്ടാകുന്നത്. ഇതിന്റെ ചെറിയ കോണ് ഇത് നമുക്കൊരു എത്ര ഡിഗ്രി എടുക്കാം? ഒരു 60 ഡിഗ്രി എടുക്കാം. ഇത് 60 ഡിഗ്രി ആണെങ്കിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇതും ഇതും കൂട്ടിയാൽ എത്ര കിട്ടണം? 150 കിട്ടണം. അപ്പൊ ഇത് എത്രയായിരിക്കും? 120 ആയിരിക്കൂലേ? ഇങ്ങനെ ചെയ്യലേ. 150 നിന്ന് 60 കുറച്ചാൽ മതി. 0 നിന്ന് 0 കുറച്ചാൽ 0, 8 4 കുറച്ചാൽ 2 1. അപ്പൊ ഇത് 120. എന്നൊക്കെ ഇത് 60 ആണെങ്കിൽ ഇത് എത്രയായിരിക്കും? 120 ആയിരിക്കും. എന്തുകൊണ്ടാ? ഇത് രണ്ടും കൂട്ടിയാൽ എത്ര കിട്ടണം? 150 കിട്ടണം. അതുപോലെ തന്നെ ഇത് എത്രയായിരിക്കും? 60 ആയിരിക്കും. എന്നൊക്കെ ഒരു സമാന്തര വരയെ മറ്റൊരു വര മുറിച്ച് കടക്കുമ്പോൾ അല്ലേ, ഇത് സമാന ഭാഗങ്ങളാണ്. ഈ കോണും ഈ കോണും എന്തായാലും തുല്യമായി. ഇതല്ല ഇത്, ഈ കോണും ഈ കോണും എന്തായാലും എന്താവും? തുല്യമായിരിക്കും. അപ്പൊ ഇത് എത്രയായിരിക്കും? 60 ഡിഗ്രി ആയിരിക്കും. ഇത് 60 ആണെങ്കിൽ ഇത് എത്രയാ? ഇത് 120, ഇത് 60, ഇത് 120 ഡിഗ്രി. മനസ്സിലായില്ലേ? നമ്മളെ കണ്ടീഷൻ ശരിയാണെന്ന് നോക്കാം. സമാന്തരമായ രണ്ട് വരകളെ അല്ലേ, സമാന്തരമായ രണ്ട് വരകളെ ഒരു ചെരിഞ്ഞ വര മുറിച്ച് കടക്കുമ്പോൾ, ഒരു ചെരിഞ്ഞ വര മുറിച്ച് കടക്കുമ്പോൾ എന്താ ഉണ്ടാകുന്ന കോണുകളിൽ ചെറിയ കോണുകളെല്ലാം ഒരേ അളവാണ് അല്ലേ. ചെറിയ കോണുകളെല്ലാം ഒരേ അളവാണ്. കണ്ടോ, ഇവിടെ 60 ഡിഗ്രി ആണെങ്കിൽ ഇതും 60 ഡിഗ്രി, ഇത് 60 ഡിഗ്രി ആണെങ്കിൽ ഇതും 60 ഡിഗ്രി തന്നെ. ഇനി നോക്കിയേ, വലിയ കോണുകളെല്ലാം ഒരേ അളവാണ്. കണ്ടോ, വലിയ കോണൊക്കെ, ഇത് വലിയ കോണല്ലേ, ഇത് 120 ആണെങ്കിൽ ഇതും വലിയ കോണാണ്, ഇതും 120 ഡിഗ്രിയാണ്. ഇതും വലിയ കോണാണ്, ഇത് 120. അതുപോലെ തന്നെ ഇതും വലിയ കോണാണ്, ഇതും 120 ഡിഗ്രിയാണ്. ഇനി എന്താ പറഞ്ഞാൽ നോക്കിയേ, ഇനി മുറിക്കുന്ന വര സമാന്തര വരകളിൽ ഒന്നിന് ലംബമായാൽ മറ്റേ വരയ്ക്കും ലംബമാകും. നോക്കാം നമുക്ക്. ഇനി ചെരിഞ്ഞ വര അല്ലാതെ ലംബമായ ഒരു വര വരച്ചിട്ട് ശരിയാണെന്ന് നോക്കാം. സമാന്തര വര വരച്ചു, ഇവിടെ വരച്ചു. ഇതെങ്ങനെയാ? ലംബം അല്ലേ. ഇതുവരെ നമ്മൾ ചെരിഞ്ഞ വരയാണ് വരച്ചുണ്ടായത്. ഇനി ഒരു ലംബം വരച്ചു. കണ്ടോ, സമാന്തര വരക്ക് ഒരു വര ലംബമായി വരച്ചു. എന്താ പറഞ്ഞത്? മുറിക്കുന്ന വര സമാന്തര വരകളിൽ ഒന്നിന് ലംബമായ, മുറിക്കുന്ന വര സമാന്തര വരകളിൽ ഒന്നിന് ലംബമായ, ഒരു സമാന്തര വരക്ക് ലംബമായാൽ എന്താ മറ്റേ വരയ്ക്കും ലംബമാകും. മനസ്സിലായില്ലേ? ഇതിങ്ങനെയല്ലേ നേരെ പാസ് ചെയ്യുന്നത്. അപ്പൊ ഇതിന് ലംബമാണെങ്കിൽ ഈ വരയ്ക്കും എന്താകും? ലംബമാകും. എന്താ പറയുക, എല്ലാ കോണുകളും മട്ടമാകും. എന്താ മട്ടക്കോൺ? മട്ടക്കോണിന്റെ ഡിഗ്രി എത്രയാണ്? 90 ഡിഗ്രി അല്ലേ. മട്ടക്കോൺ എന്ന് പറഞ്ഞാല് എത്രയാണ്? 90 ഡിഗ്രി. 90 ഡിഗ്രിയിൽ 90 ഡിഗ്രി അളവ് വരുന്ന കോണുകളെ നമ്മൾ എന്ത് പറയും? മട്ടക്കോൺ എന്ന് പറയും. അപ്പൊ ഇത് എത്രയായിരിക്കും? ഇത് 90 ഡിഗ്രി. മട്ടക്കോൺ എന്തുകൊണ്ടാണ് പറയുന്നത്? മട്ടം വരച്ച് എടുക്കുന്ന കോണ് അപ്പോൾ എത്രയായിരിക്കും? ഈ മൂല ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇത് 60, ഇത് 90, ഇത് 30. അപ്പൊ മട്ടം വരച്ച് നോക്കിയേ, കണ്ടോ, കൃത്യളവല്ലേ. കൃത്യം എത്രയുണ്ട്? 90 ഡിഗ്രി ഉണ്ട്. കണ്ടോ, കൃത്യം 90 ഡിഗ്രി തന്നെ ഉണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള കോണുകളാണ് എന്താ പറയല്? മട്ടക്കോൺ എന്ന് പറയല്. ഇത് 90 ആണെങ്കിൽ ഇത് രണ്ടും കൂടി 90 അല്ലേ. ഇതും മട്ടം തന്നെയാണ്. കണ്ടോ, തിരിച്ചു വെച്ചാലും ഇതും മട്ടക്കോൺ തന്നെയാണ്. കണ്ടോ, അതില്ലേ, ശരിക്കും മട്ടക്കോണാണ്. അപ്പൊ ഇത് 90 ആണെങ്കിൽ ഇത് എത്രയായിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും. അതുപോലെ തന്നെ ഇതും 90 ആണ്, ഇതും 90 ആണ്. ഇതിന്റെ എല്ലാ കോണുകളും എന്താണ്? മട്ടക്കോണാണ്. മനസ്സിലായില്ലേ? എല്ലാ കോണുകളും മട്ടക്കോണുകളാണ്. കണ്ടോ, അപ്പോ ഈ രണ്ട് കണ്ടീഷൻസും ശരിയാണ് അല്ലേ. ഓക്കെ, സമാന്തരമായ രണ്ട് വരകളെ ഒരു ചെരിഞ്ഞ വര മുറിച്ച് കടക്കുമ്പോൾ ഉണ്ടാകുന്ന കോണുകളിൽ ചെറിയ കോണുകളെല്ലാം തുല്യമായിരിക്കും. അതുപോലെ തന്നെ വലിയ കോണുകളെല്ലാം തുല്യമായിരിക്കും. അതുപോലെ തന്നെ എന്താ പറഞ്ഞത്? ഒരു ചെറിയ കോണും ഒരു വലിയ കോണും കൂട്ടിയാൽ 150 ഡിഗ്രി ആകും. നേരത്തെ എങ്ങനെയുണ്ടായി? ഒരു 40 അല്ലേ,
നമ്മൾ എത്ര എടുത്തത്? ഒരു 60 ഡിഗ്രിയും പ്ലസ് ഒരു 120 ഡിഗ്രിയും ആണെങ്കിൽ എത്രയായിരിക്കും? 180 അല്ലേ? രണ്ടും കൂട്ടിയാൽ എത്ര കിട്ടണം? 150. ഇവിടെ എത്രയാണ്? ഒരു 90 ഡിഗ്രിയും മറ്റൊരു 90 ഡിഗ്രിയും കിട്ടുന്നില്ലേ? 150. അപ്പോൾ ഈ ഒരു സമാന്തര വര മറ്റൊരു വര മുറിച്ച് കടക്കുമ്പോൾ ഉണ്ടാകുന്ന കോണുകൾ കൂട്ടിയാൽ എത്ര കിട്ടണം? 180 കിട്ടിയിരിക്കണം. ഇനി ഒരു ചിത്രം വരച്ച് നോക്കാം. ഞാനിവിടെ ഒരു ചിത്രം വരച്ചിട്ടുണ്ട് അല്ലേ? അപ്പോൾ ശരിക്കും നോക്കിയത് ഇംഗ്ലീഷ് അല്ലേ ലെറ്റർ ആയിട്ട് തോന്നും, സെറ്റ് ആയി തോന്നുന്നില്ലേ? ഇതിനൊരു കോണളവ് ഇവിടെ തന്നിട്ടുണ്ട്. എത്രയാ? 45 ഡിഗ്രി. എന്താ കണ്ടുപിടിക്കണ്ടേ? ഈ കോണളവാണ് കണ്ടുപിടിക്കേണ്ടത്. നമുക്ക് പെട്ടെന്ന് നോക്കുമ്പോൾ എന്തൊക്കെ മനസ്സിലാകുന്നുണ്ടോ? ഇതെങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടതെന്ന് അറിയുന്നുണ്ടോ? ഇല്ല അല്ലേ? എന്ത് ചെയ്യണം? എളുപ്പമാണ്. നമുക്ക് തന്ന ഈ വരകളെ നമ്മൾ എന്ത് ചെയ്താൽ മതി? നീട്ടി വരച്ചാൽ മതി. കണ്ടോ? ഇങ്ങനെ രണ്ട് സൈഡിലേക്ക് എന്ത് ചെയ്താൽ മതി? നീട്ടി വരക്കുക. കണ്ടോ? താഴോട്ടും സൈഡിലോട്ടും എന്ത് ചെയ്യുക? നീട്ടി വരക്കുക. കണ്ടോ? എല്ലാ ഭാഗത്തേക്കും എന്ത് ചെയ്യണം? ഇതുപോലെ നീട്ടി വരക്കണം. ഇനി എളുപ്പമല്ലേ കണ്ടുപിടിക്കാൻ? എന്താ? ഇത് 45 ഡിഗ്രി അല്ലേ? ഇത് 45 ഡിഗ്രി ആയാല് ഇതും കൂട്ടിയാൽ എത്ര കിട്ടണം? 180 കിട്ടണ്ടേ? അപ്പൊ എന്ത് ചെയ്താൽ മതി? 180ൽ നിന്ന് 45 കുറച്ചാൽ മതി. 10 ഇത് 0 ന്ന് 5 കുറക്കാൻ പറ്റില്ല. 200 ഇങ്ങോട്ട് കടമെടുത്തു. അപ്പോൾ 10 ന്ന് 5 പോയാൽ എത്ര? 5. ഇവിടെ 7 7 ന്ന് 4 കുറച്ചാൽ 3 135 ഡിഗ്രി അല്ലേ? നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ചെറിയ കോണുകളെല്ലാം ഒരേ അളവായിരിക്കും. ഇല്ലെങ്കിൽ എന്ത് പറയാം? ഇത് 135 ആണെങ്കിൽ ഇത് എത്രയായിരിക്കും? 45 ഡിഗ്രി ആയിരിക്കും. ഇതും കൂട്ടി എത്ര കിട്ടണം? 180 കിട്ടണ്ടേ? അതുപോലെ തന്നെ ഇത് 45 ആണെങ്കിൽ ഇത് എത്രയായിരിക്കും? 135 ഡിഗ്രി ആയിരിക്കും. മനസ്സിലായില്ലേ? പിന്നെന്താ പറയാം? ഇത് ഒരേ സൈഡിൽ വരുന്ന കോണല്ലേ? ഈ രണ്ട് സമാന്തര വരയെ ഒരു ചെരിഞ്ഞ വര മുറിച്ച് കടക്കുമ്പോൾ ഒരേ സ്ഥാനത്ത് വരുന്ന കോണുകൾ തുല്യമായിരിക്കും അല്ലേ? ഇത് 45 ആണെങ്കിൽ ഇത് എത്രയായിരിക്കും? 45 ഡിഗ്രി ആയിരിക്കും അല്ലേ? ഇത് 45 ഡിഗ്രി ആണെങ്കിൽ ഈ കോണും എത്ര തന്നെയാണ്? 45 ഡിഗ്രി തന്നെയാണ്. അപ്പൊ ഇത് എത്രയായിരിക്കും? ഇത് 135 ഡിഗ്രി ആയിരിക്കും. ഇത് 45 ഡിഗ്രി. ഇത് എത്രയായിരിക്കും? 135 ഡിഗ്രി. എളുപ്പമല്ലേ കണ്ടുപിടിക്കാൻ? നമ്മളോട് ഏത് കോണാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞത്? ഈ കോണാണല്ലേ കണ്ടുപിടിക്കാൻ പറഞ്ഞത്. അപ്പോൾ ഇത് 45 ആണെങ്കിൽ ഇത് ഈ കോൺ എങ്ങനെ കണ്ടുപിടിക്കേണ്ടത് മനസ്സിലായില്ലേ? ആദ്യം സമാന്തര വര എന്ത് ചെയ്യുക? നീട്ടി വരച്ചു കൊടുക്കുക. നീട്ടി വരക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. ഇനി അടുത്തൊരു ചിത്രം നോക്കാം. ഇവിടെ ഒരു ചിത്രം വരച്ചിട്ടുണ്ട് അല്ലേ? ഇംഗ്ലീഷിലെ ലെറ്ററായ N. പിന്നെ ഒരു കോൺ ഇവിടെ തന്നിട്ടുണ്ട്. എത്രയാ? 40 ഡിഗ്രി. ഈ കോണാണ് കണ്ടുപിടിക്കേണ്ടത്. മറു കോണാണ് അല്ലേ കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ എങ്ങനെയാ കണ്ടുപിടിക്കുന്നത് നോക്കാം. നേരത്തെ പറഞ്ഞില്ലേ എന്താ ചെയ്തത് നമ്മൾ? ഈ വരകൾ എന്ത് ചെയ്യുക? നീട്ടി വരച്ചാൽ മതി. കണ്ടോ? മുകളിലോട്ടും താഴോട്ടും ഇങ്ങനെ നീട്ടി വരക്കുക. കണ്ടോ? ഇതും അതുപോലെ തന്നെ എന്ത് ചെയ്യാ? നീട്ടി വരക്കാം. സിമ്പിളാണ്. ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മാത്രം മതി. ആരും ഈ പാഠഭാഗത്തുനിന്ന് മാർക്ക് കളയാൻ പാടില്ല. വലിയ പഠിക്കാനൊന്നുമില്ല. ഓക്കെ. ഇപ്പൊ നമുക്ക് രണ്ട് സമാന്തര വരന ഒരു ചെരിഞ്ഞ വര മുറിച്ച് കടക്കുന്നതായി തോന്നും അല്ലേ? തോന്നുന്നില്ലേ? ഇത് രണ്ട് സമാന്തര വരയാണ്. ഈ സമാന്തര വരയെ മറ്റൊരു ചെരിഞ്ഞ വര മുറിച്ച് കടക്കുന്നുണ്ട്. അപ്പോൾ ഇത് 40 ഡിഗ്രി ആണല്ലേ? ഇത് 40 ഡിഗ്രി ആണെങ്കിൽ ഓക്കെ, ഈ വരയാണ് മുറിച്ച് കിടക്കുന്നത് അല്ലേ? ഈ വരയാണ് മുറിച്ച് കിടക്കുന്നത്. അപ്പൊ ഇത് 40 ആണെങ്കിൽ എത്രയായിരിക്കും? 140 ഡിഗ്രി അല്ലേ? 40 കൂട്ടി എത്ര കിട്ടണം? 150 കിട്ടണം. ഇനി നോക്ക്. ഇനി ഈ വര നോക്കുക. ഈ വരയാണ് മുറിച്ച് കിടക്കുന്നത്. ഈ വര മുറിച്ച് കിടക്കുന്നത്. ഇത് 140 ആണെങ്കിൽ എത്രയായിരിക്കും? 40 ഡിഗ്രി ആയിരിക്കും അല്ലേ? ഇത് രണ്ട് കൂട്ടിയാൽ എത്ര കിട്ടണം? 150 കിട്ടണം. ഇനി നോക്കാം നമുക്ക്. ഇനി ഈ വരയെ കണ്ടോ? ഈ വരന
ഈ വരയാണ് മുറിച്ച് കിടക്കുന്നത്. കണ്ടോ, ഈ വര മുറിച്ച് കിടക്കുമ്പോൾ ഇത് 40 ആണെങ്കിൽ എത്രയായിരിക്കും? ഇത് 140 ഡിഗ്രിയാണ്. മനസ്സിലായില്ലേ? ഇനി നോക്കാം. ഈ രണ്ട് സമാന്തര വര, ഈ ചെരിഞ്ഞ വരയിൽ മുറിച്ച് കിടക്കുന്നത് നമുക്കറിയാം. ഈ 40 ആണെങ്കിൽ ഇത് എത്രയായിരിക്കും? 40 ഡിഗ്രി. മനസ്സിലായില്ലേ? നോക്കിയേ, ഇങ്ങനെ നോക്കുമ്പോൾ ഇതിൻ്റെ ഈ കോൺ സെയിം അല്ലേ? ഈ കോണും എന്താണ്? തുല്യമാണ്. അപ്പോൾ ഇത് 40 ഡിഗ്രി ആണെങ്കിൽ ഇത് എത്ര തന്നെയായിരിക്കും? 40 ഡിഗ്രി തന്നെ ആയിരിക്കും. ഇനി വേണമെങ്കിൽ ബാക്കിയുള്ള കോണുകൾ കാണാം. ഇത് 40 ആണെങ്കിൽ ഇത് എത്രയായിരിക്കും? 140 ഡിഗ്രി. ഇത് ചെറിയ കോണാണ്, ഇതും ചെറുത് കോണാണ്. അപ്പോൾ ഈ ചെറിയ കോണുകൾ തമ്മിൽ ഒരേ അളവായിരിക്കും. ഇത് 40 ആണ്, ഇതും 140. മനസ്സിലായില്ലേ? എളുപ്പമാണ് ചെയ്യാൻ. തന്ന ചിത്രത്തിൽ എന്ത് ചെയ്താൽ മതി? കുറച്ച് നീട്ടി വരച്ച് നോക്കിയാൽ മതി. അപ്പോൾ രണ്ട് സമാന്തര വരകളെ മറ്റൊരു വര മുറിച്ച് കടക്കുന്നതായി നമുക്ക് തോന്നാം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? എളുപ്പത്തിൽ കോണുകൾ കണ്ടുപിടിക്കാം. ഈ പാഠഭാഗം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. സിമ്പിളാണ്, ഒന്ന് ചിന്തിച്ച് വരുത്താൻ മാത്രം മതി. താങ്ക് യു.